നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റിന്റെയും അതിനു പിന്നാലെ ഉടലെടുത്ത മാലദ്വീപ് ഇന്ത്യ പ്രശ്നത്തിന്റെയും സാഹചര്യത്തിൽ ലക്ഷദ്വീപിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുകയാണെന്ന് റിപ്പോർട്ട്. ചലോ ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാഗ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി. എന്നാൽ ഇത്രയധികം സഞ്ചാരികളെ താങ്ങാനുള്ള കരുത്ത് ലക്ഷദ്വീപിന് ഇല്ലെന്ന് MP മുഹമ്മദ് ഫൈസൽ ദേശീയ മാധ്യമത്തോട് അഭിപ്രായപ്പെട്ടു. ലക്ഷദ്വീപ് പാരിസ്ഥിതികമായി വളരെ ദുർബലമായ പ്രദേശമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷൻ ലക്ഷദ്വീപിനായി ഇന്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുവന്നത്. റോഡ്, ജെട്ടികൾ തുടങ്ങി ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇതുപ്രകാരമാണ് നടക്കുന്നത്. രവീന്ദ്രൻ കമ്മീഷന്റെ ഈ പദ്ധതിയിൽ തന്നെ ദ്വീപിന് എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ദ്വീപിൽ വിനോദസഞ്ചാരികൾക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയമാണിത്. വിനോദസഞ്ചാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ പരമാവധി വരുമാനം സമാഹരിക്കാനാണ് പദ്ധതിയിടുന്നതെന്നും മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. ലക്ഷദ്വീപിൽ 36 ദ്വീപുകളിൽ 10 എണ്ണത്തിൽ മാത്രമാണ് ജനവാസമുള്ളത്. ആകെ ജനസംഖ്യയിൽ 8 മുതൽ 10% മാത്രമാണ് വിനോദസഞ്ചാരത്തെ ആശ്രയിക്കുന്നത്. നിരവധി സഞ്ചാരികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത പ്രദേശമായിരുന്നു ലക്ഷദ്വീപ്. ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് എത്തുന്നത് എങ്ങനെയെന്നും താമസ സൗകര്യം എന്തൊക്കെയാണെന്നും എന്തൊക്കെ കാഴ്ചകളാണ് കാത്തിരിക്കുന്നതെന്നും തിരക്കി ആയിരക്കണക്കിന് അന്വേഷണങ്ങളാണ് എത്തുന്നതെന്നാണ് റിപ്പോർട്ട്. വിനോദസഞ്ചാരികളുടെ എണ്ണം എത്ര വർദ്ധിച്ചാലും അതെല്ലാം കൈകാര്യം ചെയ്യാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യം ദ്വീപിലുണ്ടെന്നാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്നാൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലക്ഷദ്വീപിന്റെ പാരിസ്ഥിതിക ഘടനയെ മോശമായി ബാധിക്കുമെന്ന് മുഹമ്മദ് ഫൈസൽ പറയുന്നു. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ തുടർച്ചയായി അവിടേക്ക് സന്ദർശകരെ ക്ഷണിച്ച് നരേന്ദ്രമോദി എക്സിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത്. മോദിയുടെ പോസ്റ്റ് മാലദ്വീപ് ടൂറിസത്തെ തകർക്കാനാണെന്ന് അവിടെ മന്ത്രിമാരടക്കം ആരോപിച്ചു. പരാമർശങ്ങൾ വിവാദമായതോടെ 3 മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഇത് സംബന്ധിച്ച ട്വീറ്റുകളും നീക്കം ചെയ്തിരുന്നു. ചൈനയുമായി കൂടുതൽ അടുക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് മാലദ്വീപ് മന്ത്രിമാർ മോദിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയത്. ഇതിനിടെ ചൈന സന്ദർശിച്ച മുയിസു 20 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. മാലദ്വീപിൽ നിന്ന് മാർച്ച് 15 മുൻപ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുയിസു ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തെ വേഗത്തിൽ പിൻവലിക്കാൻ ഇന്ത്യ മാലദ്വീപ് ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായതെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പിന്നീട് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലുള്ള ഉഭയകക്ഷി സഹകരണം ഇരുപക്ഷവും അവലോകനം ചെയ്തു. വികസന സഹകരണം ഉൾപ്പെടെ പരസ്പരം താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു. ഇരുപക്ഷവും സഹകരണം ശക്തമാക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് വേഗത്തിലാക്കാൻ സമ്മതിക്കുകയും ചെയ്തുവെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്ന വികസന പദ്ധതികളുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് ചർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഉഭയകക്ഷി സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരുപക്ഷവും ചർച്ച നടത്തി. മാലദ്വീപിലെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ സേവനങ്ങൾ നൽകുന്നതിന് ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശം വിവാദമായിരിക്കെയാണ് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മുയിസു അധികാരത്തിലെത്തിയതു മുതൽ മാലദ്വീപിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സമയപരിധി നിർദ്ദേശിച്ചിരുന്നില്ല. കടൽ സുരക്ഷയ്ക്കും ദുരന്ത നിവാരണത്തിനുമായാണ് ഇന്ത്യൻ സൈന്യം മാലദ്വീപിലുള്ളത്. അതേസമയം മാലദ്വീപിലേക്കുള്ള തന്റെ അവധിക്കാല യാത്ര റദ്ദാക്കിയെന്ന് തെലുങ്ക് സൂപ്പർ താരം നാഗാർജുന വെളിപ്പെടുത്തി. പകരം ലക്ഷദ്വീപിലേക്ക് അവധിക്കാല യാത്രയ്ക്കായി പോകുമെന്നും താരം പറഞ്ഞു. സംഗീത സംവിധായകൻ MM കീരവാണിയുമായുള്ള അഭിമുഖ സംഭാഷണത്തിലാണ് നാഗാർജുനയുടെ പ്രതികരണം. ഇന്ത്യ മാലദ്വീപ് അസ്വാരസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടന്റെ പ്രസ്താവന.